തുടർച്ചയായുള്ള കടൽക്ഷോഭം ആലപ്പുഴയിലെ തീരദേശ റോഡുകൾക്ക് ഭീഷണിയാവുകയാണ്. ജില്ലയിലെ തന്നെ പ്രധാന റോഡായ വലിയഴീക്കൽ തൃക്കുന്നപ്പുഴ റോഡാണ് കടലാക്രമണത്തിന്റെ ഏറ്റവും വലിയ ഇര. മണലും വെള്ളവും അടിച്ചുകയറി റോഡിൽ ഗതാഗതം തടസ്സപ്പെടുന്നത് പതിവാണിവിടെ. ജില്ലയുടെ തെക്കൻ തീരത്തിന്റെ ജീവനാഡിയാണ് തൃക്കുന്നപ്പുഴ വലിയഴീക്കൽ റോഡ്. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഈ റോഡാണ് നിരന്തരം കടലാക്രമണം നേരിടുന്നത്. തിരയടിയിൽ മണലും വെള്ളവും നേരെ റോഡിലെത്തും. 2-3 അടി പൊക്കത്തിൽ മണൽ നിറയുന്നതോടെ വാഹനയാത്ര തടസ്സപ്പെടുകയാണ് പതിവ്. കടൽഭിത്തിയുടെ അഭാവം മൂലമാണ് ഇങ്ങനെ വരുന്നത്. കുറഞ്ഞ ഏരിയയിൽ ഇത് ചെയ്തിട്ടുണ്ട്, ബാക്കി ഏരിയകളിൽ ചെയ്യാൻ ബാക്കി കിടക്കുകയാണ്. സർക്കാരിന്റെ ബന്ധപ്പെട്ടവർ പല പ്രാവശ്യം വരും, ഇപ്പം ചെയ്യുമെന്നുള്ള രീതിയിൽ രേഖകളൊക്കെ എഴുതി തരും. അവർ റോഡിലെ മണ്ണ് മാറ്റും, വീണ്ടും വണ്ടി ഓടും. വീണ്ടും കടലിന്റെ പ്രതിഭാസം അങ്ങനെയാണ്, മാസത്തിൽ 1-2 പ്രാവശ്യം ഇങ്ങനെ വരുന്നുണ്ട്. കടൽഭിത്തി പൊളിഞ്ഞ ഭാഗത്തുകൂടിയാണ് വെള്ളവും മണലും റോഡിൽ കയറുന്നത്. ഇവിടങ്ങളിൽ മണൽച്ചാക്കിട്ട് സുരക്ഷയൊരുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടും പാലിക്കപ്പെടുന്നില്ല. സ്ഥിരമുള്ള പരിപാടിയാണിത്. അല്ല ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കുള്ളതല്ല. സ്ഥിരം 6 മാസം കടൽക്ഷോഭം ഉണ്ടായി ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നതാണ്. ഇപ്പം ഞാനൊരു ജമീൻ ഷെഡ് നടത്തുന്ന കക്ഷിയാണ്. എനിക്ക് എങ്ങനെ പോയാലും വർഷം 1 ലക്ഷം രൂപയുടെ മേൽ നഷ്ടമാണ്. കാരണം കടലടിച്ച് ഈ കല്ല് എല്ലാം പോകുന്ന കാരണം ഷെഡും കൺസ്ട്രക്ഷൻസ് എല്ലാം പോവുകയാണ്. തൊഴിലാളികളും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും അടക്കം നിരവധി പേരാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. വലിയഴീക്കൽ ലൈറ്റ് ഹൌസും പൊഴിക്കുകുറുകെ പാലവും വന്നതോടെ വിനോദസഞ്ചാരികളും ഈ റോഡിലൂടെ കടന്നുപോകുന്നു. മതിയായ സുരക്ഷാഭിത്തി ഒരുക്കിയില്ലെങ്കിൽ റോഡിന് നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. റിപ്പോർട്ടർ, ആലപ്പുഴ.